ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഹീമാന്റെ പുതിയ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കാണാനുള്ള ഒരു മെയിൻ കാര്യം, ഇത് മലയാളത്തിലാണ് കാണുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് ഡബ് ചെയ്തിട്ടുള്ള ഉണ്ണി മുകുന്ദൻ, അതേപോലെ ഹരീഷ് ഉത്തമൻ, നമ്മുടെ ബസ് കണ്ടക്ടറിലൊക്കെ കണ്ടിട്ടുള്ള വില്ലല്ലേ, ആ ചങ്ങായി കൂടിയിട്ടാണ്. സംഭവം കളർഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഹീമ ഒന്ന് കണ്ടോക്കാം. വൺ ഡേ ഗോ സോണി പിക്ചേഴ്സ് ഇന്ത്യ. വീണ്ടും തുടങ്ങിയോ? ഏതോ ഒരു മാജിക് സോഡ് ഉണ്ട് ഇവിടെ. അത് കിട്ടിയില്ലെങ്കിൽ നീ ഇവിടെ തന്നെ ഇരിക്കണം. തിരിച്ച് നിന്റെ ഗ്രഹത്തിലേക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നിന്റെ സോഡിനോടുള്ള അമിതമായ ഭ്രമം നീ ആളുകളെ പേടിപ്പിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഡാരലിനെ. ഡാരൽ, നീ തീർന്നടാ. ഉണ്ണിമുകുന്ദനൊക്കെ സൗണ്ട് അത് എന്താ പറയാ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വട്ടായി തോന്നാം. എന്നാ ഈ സോഡ് ആ ഡയലോഗ് കണ്ടോണോ? എനിക്കറിയാം നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് എല്ലാവരും അറിയാം. നീ ഇവിടുന്ന് പോയതിനു ശേഷം എല്ലാം മാറി, എല്ലാം നശിച്ചു. സ്കെലറ്റർ എന്റെ കുടുംബത്തെ നശിപ്പിച്ചു, എന്റെ ലോകം മുഴുവൻ ഇല്ലാതാക്കി. എല്ലാത്തിനും ഞാനാ കാരണം. എനിക്കറിയാം തോറ്റവന്റെ വേദന. നീ വീഴുന്നത് തല ഉയർത്തി നിൽക്കാനുള്ള അവസരമാണ്. ഡയലോഗ് പറ, ഡയലോഗ് പറ. അല്ലപ്പ ഡയലോഗ് ഇല്ല. എന്റെ ഉള്ളിലുള്ള ശക്തി ഈ പ്രപഞ്ചം എന്റെ നിഴലുണ്ട ഭയങ്ങൾ. അയാളുടെ സൗണ്ട് തന്നെയാണോ? ഇതെന്റെ വീടാണ്, ഞാനത് തിരിച്ചു പിടിക്കും. അതിന് എനിക്ക് എല്ലാം ആണും പെണ്ണും പിന്നെ ആ സാധനം കൂടി വേണം. ചിലവരെ മിസ്സായി. നിനക്ക് ശക്തി ഉണ്ടാവണം, പക്ഷെ അത് ഉപയോഗിക്കാൻ ഭയപ്പെടുന്നല്ലോ. ആ ശക്തി എങ്ങനെ ഉപയോഗിക്കണം എന്ന് എനിക്കറിയാം. നീ വേറെ ഗ്രഹത്തിൽ നിന്ന് വന്നതാന്നാ എല്ലാരോടും പറയണം. എങ്ങനെ ഇതുപോലൊക്കെ പറഞ്ഞാ നിനക്ക് പ്രാന്താന്നാ പറയാ. പോളി സാധനം ഒന്നും പറയാല. അപ്പോ ജൂൺ 5-നാണ് പടം ഇറങ്ങുന്നത്. അടിപൊളിയുണ്ട്. ഇങ്ങനെ എല്ലാ പടത്തിനും ഇങ്ങനെ മലയാളം ആക്ടേഴ്സിനെ ഡബൊക്കെ ചെയ്യിപ്പിച്ച സംഭവം അടിപൊളിയാവും. റാദർ ദാൻ ഇനി ഡബിങ് ആർട്ടിസ്റ്റിന് കൊടുക്കണതിന് പകരം, ഡബിങ് ആർട്ടിസ്റ്റ് മോശം എന്നല്ല, നമുക്ക് ഇത്തിരി കൂടി കണക്റ്റഡ് ആവും. ഏതൊരു സിനിമ, ഒരു പെറ്റ്സിന്റെ സിനിമയില് നെസ്ലൻ, സണ്ണി വെയിൻ അങ്ങനെ എല്ലാവരും വന്നിട്ട്, റോഷൻ മാത്യൂസ് അങ്ങനെ എല്ലാവരും വന്നിട്ട് സൗണ്ട് കൊടുക്കണ്ടായിരുന്നു. ആ സംഭവം അടിപൊളിയായിരുന്നു, നന്നായി കണക്ട് ചെയ്യാൻ പറ്റി. എന്താ പടത്തിന്റെ ബാലാട്ടി ആവുന്നുണ്ട് ആ പടത്തിന്റെ പേര്. നല്ല രസമുണ്ടായിരുന്നു. അത് നമുക്ക് നല്ല കണക്ഷൻ കിട്ടിയ ക്യാരക്ടേഴ്സിനായിട്ട്. അതേപോലെ ഒന്നും പറയല്, ഉണ്ണിമുകുന്ദൻ ആ വോയിസ് കൊടുത്ത് കറക്റ്റ് പക്കയുണ്ട്. ഓരോരുത്തരുടെ അഭിപ്രായം ഓരോന്നായിരിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഹരീഷ് ഉത്തമനാണ് ഇദ്രിസ് എൽബയ്ക്ക് ഇതില് സൗണ്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബസ് കണ്ടക്ടറത്തെ ആ ചങ്ങായി വില്ലൻ, മറ്റേ നമ്മുടെ സ്കളിന്റെ മറ്റേ അസ്ഥിക്കൂടൻ, മൂപ്പരാൾക്കും. സത്യം പറഞ്ഞാൽ എത്ര കൊല്ലം മുമ്പ് ഞാൻ സൂര്യ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന സാധനമല്ല. ഞാനല്ല, ഒരുവിധം എല്ലാവരും ആ ഒരു ടൈമിലുണ്ടായിരുന്ന ആൾക്കാർ കൊച്ചു ടി വിയിൽ അല്ലെങ്കിൽ സൂര്യ ടി വിയിലോ ഈ ഹീമാന്റെ പരിപാടി തന്നെ ഉണ്ടാവും. പിന്നെ ആ വാള് ഉയർത്ത് പറയുന്ന ഒരു ഡയലോഗ്, എന്നെ ഉള്ളിലിരിക്കുമ്പോൾ ശക്തി കൂടിയെന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, നൊസ്റ്റാൾജിയ ഫാക്ടറാണ്. അതും ഒരു ചെങ്ങായി ഉണ്ണിമുകുന്ദനൊക്കെ സൂപ്പർ ഹീറോയുടെ ഒരു കളക്ഷൻ അങ്ങനത്തെ ഉള്ള. അപ്പൊ മൂപ്പരാളൊക്കെ പിടിച്ച് തന്നെ ഇതില് മെയിൻ ഇവന്റ് ആക്കി അടിപൊളിയായി. പക്ഷെ എനിക്കുണ്ടല്ലോ, ആ ഒരു നമ്മുടെ പറക്കുന്ന ഒരു ചെങ്ങായില്ലേ, ഒരു മാന്ത്രിക പരിപാടി കാണിക്കുന്ന ഒരു ഗോബ്ലിൻ പോലത്തെ ഒരു ചെറുത്, അത് കാണുന്നില്ല. അതൊരു മിസ്സായി. എനിക്ക് തോന്നുന്നു പക്ക ഒരു കാർട്ടൂൺ സംഭവം ആയിരിക്കില്ല ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ കുറെ എർത്തിലൊക്കെ ഉണ്ടല്ലോ. ഏതോ നിലയും കേട്ടിട്ടുണ്ട്, ഹീമാന്റെ അമ്മയും അച്ഛനും രാജകുമാരും അങ്ങനെയാണല്ലോ. അപ്പൊ അമ്മ മാത്രം എർത്തുനിന്ന് വന്നിട്ട് അപ്പൊ എർത്തിക്ക് തിരിച്ചു പോയിട്ട് അവിടെ നടക്കുന്ന വല്ല സ്റ്റോറിയാണ്. കാര്യം ഇതിൽ കുറെ എർത്തിന്റെ പാർട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കും സ്റ്റോറി വരിക. കൂടുതൽ അങ്ങനെ തന്നെ വരാൻ ചാൻസ്. മറ്റേ സ്കാലറ്റാണ് മൂപ്പരാളിൽ കാണിച്ച അടിപൊളിയുണ്ട് കേട്ടോ. അതിന് ഡബ്ബ് കൊടുത്തു അടിപൊളി. ഒരു ഇത്തിരി ബാസ് കിട്ടിയിട്ട് നല്ലൊരു രസമുണ്ട്. ഒരു പറയുമ്പോ തന്നെ
കളർ സാധനം. പിന്നെ നടി ആരൊക്കെ റിവർഡെയിൽ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇതെന്താ, ഞാൻ ഇത്തിരി മുമ്പ് അതിൽ പറഞ്ഞു, പേര് മറന്നു. ബെറ്റി വെറോണിക്ക ആയിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഓളാണ് ഇതിൽ നടിയായിട്ട് വരുന്നത്. ആൻഡ് ജാരഡ് ലെറ്റോ ആണ് ഇന്നത്തെ വില്ലനായിട്ട് വോയിസ് കൊടുക്കുക, അഭിനയിക്കുക. എന്താ ജാരഡ് ലെറ്റോനെ ഒരു ഇത് എല്ലാവർക്കും അറിയാം. മോർബീസ്, അതേപോലെ തന്നെ നമ്മുടെ ജോക്കറായിട്ട് സൂസൈഡ് സ്ക്വാഡിലൊക്കെ വന്നിട്ട് ചങ്ങനെ എല്ലാവരും അപശകനൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയാണ് പാവം. അതങ്ങനെ ട്രോൺ ലെഗസിയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സംഭവം ജൂൺ 5 ഇറങ്ങാണ് മലയാളത്തില്. സംഭവം കളറായിട്ട് എന്തായാലും നല്ലൊരു ട്രെയിലർ. ഇങ്ങനൊക്കെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഒക്കെ ഇറങ്ങുന്ന ടൈമില് വെറുതെ എൻ്റെ ഒരു ഒപ്പീനിയൻ ആട്ടോ, ഓരോ ക്യാരക്ടേഴ്സിനും മലയാളം ആക്ടേഴ്സ്, വലിയ വലിയ ആക്ടേഴ്സ് അല്ല പറയുന്നത്, പക്ഷെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഓരോ ആക്ടേഴ്സ് ഒക്കെ വോയിസ് കൊടുത്ത് എന്തോരം എഫക്റ്റ് ഉണ്ടാവും ആലോചിക്കുന്നുണ്ടോ. കുറെ പേരെങ്കിലും ന്യൂ ആയിട്ട് കാണാൻ ഞാൻ സാധിക്കും. പക്ഷെ എത്രമാത്രം അവഞ്ചേഴ്സിന്റെ സ്റ്റോറി ലൈൻ ഫോളോ ചെയ്യാത്തവർക്ക് ഡൂംസ്ഡേ പോയി കണ്ടാൽ കണക്ട് ആവുമെന്ന് അറിയില്ല. അത് വേറൊരു ടോപ്പിക്കാണ്. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ സംഭവം കലക്കും. എന്തായാലും അടിപൊളിയുണ്ട്, പരിപാടി ഗംഭീരം. മുകുന്ദൻ പൊളി, ഒന്നും പറയാല. ശരി എന്നാ, ബൈ.